അഞ്ചലിപ്പ ബ്ലോഗ്സ്. എവിടെ അഞ്ചലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിയറ്റ്നാം സൂപ്പർ എർലിയിൽ ചക്ക നമ്മളിന്ന് വിളഞ്ഞില്ലെന്ന് നോക്കാൻ പോവുകയാണ്. ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. നമ്മൾ വെക്കുമ്പോൾ ഒരു 15 അടി അകലത്തിൽ വെക്കുക. എങ്ങനെ സൂപ്പറാണ് കേട്ടോ. ഒരു 15 അടി അകലത്തിൽ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും. ഇതാണ് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ ചക്ക. നമ്മളിപ്പോൾ ഇത് ഏകദേശം വിളവായി വരുന്നത് ഇടിഞ്ചൊക്കെ ധാരാളമായിട്ട് ഈ വിയറ്റ്നാം സൂപ്പർ എർലിയിലും ഉണ്ടാവും. ഇതിന് മഴക്കാലമായാലും ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ വിയറ്റ്നാമിൽ ചക്ക വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ നമ്മളിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നമുക്ക് സാഫ് കാണുമ്പോൾ നമ്മളൊരു 1.5 കൊട്ട ചാണകമാണ് വേപ്പിൻ പിണ്ണാക്കും മസയൊക്കെ ഇതിൻ്റെ സൈഡ് വഴി ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമുക്ക് സാഫ് കണ്ട് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് കായാകും. വിയറ്റ്നാം സൂപ്പർ എർലി കണ്ടോ അതോ ഫുൾ ചക്കയാണ്. ഫുൾ ടൈം നമുക്ക് ചക്ക വന്നുകൊണ്ടിരിക്കും. അതാണ് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്രത്യേകത. അഞ്ചലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മളിപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലിയിലെ ചക്ക മുറിക്കാൻ പോവുകയാണ്. ഏകദേശം 1 വർഷം തൊട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാവിൽ നിന്ന് ചക്ക കിട്ടാൻ തുടങ്ങും. ഈ പരുവത്തിലെ നമുക്ക് കൈകൊണ്ട് എത്തിക്കഴിക്കാനുള്ള രീതിയിൽ ചക്ക വളർന്നുകൊണ്ടിരിക്കും. അതാണ് വിയറ്റ്നാം സൂപ്പർ എർലി. നമ്മളൊരു 20 അടി അകലത്തിൽ നടുക. നടുന്നതിന് മുമ്പ് നമ്മൾ 1.5 കൊട്ട ചാണകവും വേപ്പിൻ പിണ്ണാക്കും മസൂറിയും കൂടി ഇട്ടതിന് ശേഷം വേണം നമ്മളിത് നടാൻ വേണ്ടി. ഇപ്പോൾ നമ്മളിത് കണ്ടിക്കാൻ പോകണം. ഈ ചക്ക എങ്ങനെയുണ്ട് വളഞ്ഞില്ലെന്ന് ഇപ്പം നോക്കാം. മുറിച്ചിട്ട് ചെയ്താൽ ഏകദേശം ഒരു വിളവായി വരുന്ന ഒരു ചക്ക. 15 അടിയിൽ ഇതിൻ്റെ മണ്ടഭാഗം മുറിച്ച് കളയണം ഈ വിയറ്റ്നാം സൂപ്പർ എർലിയിൽ. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് മുകളിലേക്ക് ഉയർന്ന അപ്പം പെട്ടെന്ന് തടിയിൽ വെട്ടം കയറി ചക്ക പെട്ടെന്ന് കായ്ക്കുകയുള്ളൂ. ഈ ഇടശിഖരങ്ങളൊക്കെ മുറിച്ച് ക്ലിയറാക്കിയാൽ പെട്ടെന്ന് ചക്ക കാണിക്കണ്ട. അത് ഏകദേശം ഒരു വിളവായി വരുന്നതേ ഉള്ളൂ. ഇത് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ ഈ ചക്ക. ഇപ്പം എല്ലാം കമ്പ് നമ്മൾ വെട്ടിമുറിച്ച് അപ്പോഴത്തേക്കും നമ്മൾ ഈ ഇടക്കമ്പെല്ലാം മുറിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചക്ക വളരും. ഇത് കണ്ടില്ലേ, ഈ ഒരു നിലയിൽ 2-3 ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് ദൂരെ കളയുക. അപ്പോഴത്തേക്ക് അത് ലാവിഷായിട്ട് കയറി വരും. ബാക്കിയല്ലെങ്കിൽ ഇത് താങ്ങാൻ പറ്റാതെ കുമ്പളം ഇടിഞ്ഞു പോകുന്നതായിരിക്കും. ഈ ഇടയ്ക്കത്തെ കമ്പൊക്കെ കട്ട് ചെയ്ത് ഇത് കണ്ടില്ലേ, ഈ തടിയെ പറ്റുന്ന രീതി ഈ ഇടയിലേക്ക് കമ്പ് എല്ലാം മുറിച്ച് ശിഖരങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോഴത്തേക്കും നല്ല വെട്ടം കിട്ടിയാൽ മാത്രമേ നല്ലപോലെ കായ്ക്കുള്ളൂ. പിന്നെ ഒരു ഇതിൽ ഒരു ശകലം ഒരു ചക്ക മാത്രം പിടിപ്പിക്കുക. ബാക്കി പിടിപ്പിച്ചാൽ ശിഖരം കീന്തിപ്പോകാൻ വരെ സാധ്യതയുണ്ട്.